ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും ഈ മഹത്തായ ഈ ശഅബാൻ മാസത്തിൽ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണം റഹ്മാനെ. ബറാഅത്ത് രാവ് വരുന്നുണ്ട്, വലിയ പുണ്യമുള്ള രാവാണ്. അന്നത്തെ രാത്രിയിൽ എത്ര സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുമോ നിസ്കരിക്കാം. പ്രത്യേക സുന്നത്ത് ഉണ്ട് എന്നല്ല. അതേസമയത്ത് അന്നത്തെ രാത്രി വലിയ പുണ്യമുള്ള രാത്രി ആയതുകൊണ്ട് അന്ന് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് വലിയ പുണ്യം ഉണ്ട്. അതേസമയത്ത് പ്രത്യേക സുന്നത്ത് നിസ്കാരം ഇല്ല എന്നാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്. അതേപോലെ തന്നെ അണ്ടോണസാന്റെ ആണ്ടാണ് ഇന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹു അവിടുത്തെ ഖബറിൽ ദർജ കൊടുക്കട്ടെ. നമുക്ക് അവർ അനുസ്മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായല്ലോ. ഓ സുഹൃത്തുക്കളെ, അതേപോലെ ശഅബാൻ മാസം വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. ബറാഅത്ത് രാവ് വല്ലാത്ത പുണ്യമുള്ള, ഇമാം ശാഫിഈ റളിയല്ലാഹു പറഞ്ഞില്ലേ, ദുആക്ക് ഉത്തരമുള്ള ഒരു രാത്രിയാണ്. ആ രാത്രിയിൽ മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്ക് 3 യാസീൻ ഓതുന്ന പതിവുണ്ട്. സാലിഹീങ്ങൾ മുമ്പേ പതിവാക്കിയത്. അത് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ പള്ളികളിൽ നമ്മൾ കൂടിയിരുന്ന് നമുക്ക് ചെയ്യുകയും ദുആർക്കുകയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അങ്ങനെ യാസീൻ ഓതണം. അന്നത്തെ ജമാഅത്തൊന്നും നഷ്ടപ്പെടുത്തരുത്, സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിനോട് കരഞ്ഞ് പറയാനുള്ളൊരു രാത്രിയാണ്. കരയാൻ എത്ര വിഷയങ്ങളുണ്ട്. നമുക്ക് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെയുള്ള ഒരു നിസ്കാരത്തിൽ ദുനിയാവിന്റെ ചിന്തയൊന്നും കടക്കാതെ നിസ്കരിച്ചു എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഈ പാവപ്പെട്ട എനിക്ക്? നമ്മളെ നിസ്കാരത്തിന് എന്തെല്ലാം അപാകത